എന്തോ ഒരു ഒളിച്ചുകളി നടക്കുന്നില്ലേ? അത് മാതൃകയാക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. RSS കാവ്യവൽക്കരണം നടത്തുന്നു എന്നുള്ളതാണ്. ആർക്കും മിണ്ടാൻ പറ്റുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് ആരും തീർച്ചയായും ഇപ്പം സർവകലാശാലകളാണല്ലോ നമ്മളെ സംബന്ധിച്ച് ഉന്നത പഠന മേഖലയെ നിയന്ത്രിക്കപ്പെടുന്നത്, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലോകത്തിന് തന്നെ മാതൃകയായിട്ടായിരുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം എന്നുള്ളത്. അതിനകത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എപ്പോഴും ഓരോ കാലഘട്ടത്തിലും മാറി മാറി വരുന്ന CPM മന്ത്രിസഭകൾ, പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റുകൾ വന്നതിന് ശേഷം പൊതുവിൽ രാജ്ഭവനുമായിട്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ പ്രതിനിധി എന്നറിയപ്പെടുന്ന ഗവർണറുമായിട്ട് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കുറച്ച് നാളുകളായിട്ട് കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞൊരു വാരം നമ്മൾ കഴിഞ്ഞൊരു വാരത്തിൽ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ രാജ്ഭവന് മുമ്പിൽ സ്ഥിരം സംഘർഷങ്ങളും SFIയുടെ നേതൃത്വത്തിൽ മാർച്ചും ജലപീരങ്കിയും ലാത്തിയടിയും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടായിരുന്നത്. കാരണം മഴക്കാലമായിട്ട് പോലും വളരെ ചൂടേറിയ രീതിയായിരുന്നു തലസ്ഥാന നഗരി പോയിക്കൊണ്ടിരുന്നത്. ഒരു സുപ്രഭാതത്തിൽ മഹാനായ VS അച്യുതാനന്ദൻ്റെ നിര്യാണത്തിന് ശേഷം ആ രണ്ടാമത്തെ ദിവസം പെട്ടെന്നൊരു പ്രഖ്യാപനം വരുന്നു. പിണറായി വിജയനും അതുപോലെ തന്നെ ഗവർണറുമായിട്ട് അല്ലെങ്കിൽ LDF നിലവിലുള്ള സംവിധാന ഭരണകൂടവും രാജ്ഭവനുമായിട്ട് സെറ്റിൽമെൻറ്റ് വന്നിരിക്കുന്നു, ഇനി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വന്നതുപോലെ വന്നിട്ട് ആ പ്രശ്നങ്ങൾ അവസാനിച്ചുകൊണ്ട് പോവുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ പറയുന്നതിനകത്തൊരു എന്തോ ഒരു ഒളിച്ചുകളി നടക്കുന്നില്ലേ? അല്ലല്ല, ഒളിച്ചുകളി നോക്കേണ്ട ആവശ്യമില്ല. സർക്കാരിന് ഇപ്പോൾ അസംബ്ലി ചേരാൻ പോവാണ്. തീർച്ചയായിട്ടും അസംബ്ലി ചേരുമ്പോൾ ഗവർണറുടെ ഒരു സപ്പോർട്ട് അനിവാര്യമാണ്. അപ്പോൾ പല ബില്ലുകൾ പാസ്സാക്കാനുണ്ട്. പലതും അവിടെ പോയിട്ട് ഇപ്പോഴും കേസിലും ബാക്കിയായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഒരു ഏറ്റുമുട്ടലിൻ്റെ പാത എടുത്തതുകൊണ്ട് സർക്കാർ ഹൈക്കോടതി പല ഉത്തരവുകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിലേക്ക് പോയിട്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തെ നശിപ്പിക്കേണ്ട എന്നുള്ളത് സർക്കാരിനുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായി നല്ലതാണ്. അതായത് ഞാൻ പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീധരൻപിള്ളയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അദ്ദേഹം ഗോവയിലെ ഒരിക്കലും ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട് ഒരു മന്ത്രിയെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലിനോ ഇതുവരെ വിളിച്ചിട്ടില്ല. ഒരു ചായക്ക് കുടിക്കാൻ എന്നുകൊണ്ട് വിളിച്ച് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും രാജ്ഭവനിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്താണെങ്കിലും കണ്ടുകൊണ്ട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഒരു സൊല്യൂഷൻ കാണുന്ന രീതിയാണ് അദ്ദേഹം അവലംബിച്ചെന്ന് പറഞ്ഞു. അത് മാതൃകയാക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു ഏറ്റുമുട്ടലിന് പോകേണ്ടതല്ല ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ. അവിടെ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി അങ്ങനെ ഇനീഷ്യേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലത്. കാരണം വിദ്യാഭ്യാസ രംഗം നമ്മൾ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളാണ്. അതിൽ സർക്കാരൊരു ഇനീഷ്യേറ്റ് എടുത്ത് നല്ലതെന്നാണ് ഞാൻ അതിൽ കാണുന്നത്. സർവകലാശാലകളിൽ പൊതുവെ RSS കാവ്യവൽക്കരണം നടത്തുന്നു എന്നുള്ളതാണ് വിപ്ലവ പാർട്ടിയിലെ ഭരണകക്ഷിയായ CPMൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം, അല്ലെങ്കിൽ അവരുടെ ഒരു പൊതുവിലുള്ള എപ്പോഴും ഉള്ള ഒരു മുദ്രാവാക്യം തന്നെ അതായിരുന്നു. പക്ഷേ അവർക്കൊരു തിരിച്ചടി എന്ന വണ്ണം അവർ തന്നെ CPMൻ്റെ തന്നെ നോമിനികളായി നിയമിച്ച വൈസ് ചാൻസലർമാർ RSS നടത്തുന്ന ജ്ഞാനസഭ പോലുള്ള പരിപാടികളിൽ വളരെ വിശാലമായി പങ്കെടുക്കുകയും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും അതിനോട് വളരെ പോസിറ്റീവായ സമീപനം സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് ശരിക്കും CPMന് കിട്ടിയ വലിയ രാഷ്ട്രീയമായ ഒരു തിരിച്ചടിയല്ലേ? ഒരു സംശയം വേണ്ട. കാരണം CPMൻ്റെ നോമിനിയായിട്ട് അപ്പോയിൻ്റ് ചെയ്ത VC അത്തരത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അത് CPMനേറ്റ ഒരു വലിയ കനത്ത തിരിച്ചടി തന്നെയാണ്. ഒരു സംശയം വേണ്ട. കാരണം VCയുടെ നോമിനിയല്ല, CPMൻ്റെ നോമിനിയാണ് പങ്കെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതായത് ശരിക്കും പറഞ്ഞ ഒരു പാർട്ടി മെമ്പർ പങ്കെടുത്ത പോലെ തന്നെയായി ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ്. ആർക്കും മിണ്ടാൻ പറ്റുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് ആരും ഓക്കെ ഇപ്പോൾ തന്നെ VC ആയ വൈസ് ചാൻസലറായ ബിജുകുമാറിൻ്റെ പരിപാടിക്കെതിരെ, അല്ലെങ്കിൽ അദ്ദേഹം ഔദ്യോഗികമായി പരിപാടി അദ്ദേഹം പറയുന്നത് ഞാൻ മോഹൻ ഭാഗവതിൻ്റെ പരിപാടിയിലൊന്നും അല്ല പങ്കെടുത്തത്, സർവകലാശാലയുമായി ബന്ധപ്പെട്ട ജ്ഞാനസഭയിലാണ് ഞാൻ പങ്കെടുത്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെതിരെ സമരം നടത്താൻ പ്രേരണ നൽകുകയും അല്ലെങ്കിൽ സമരത്തിലെത്തിച്ച SFIക്കാരോടും CPMൻ്റെ നേതാക്കന്മാർക്ക് ഇനി എന്താണോ പറയാനുണ്ടാവുക? അല്ല, ഇപ്പോൾ ഈ അവസ്ഥയിൽ മൗനം ഭൂഷണം എന്നതിലിരിക്കലാണ് എടുത്ത ഒരു തീരുമാനം. അത് എങ്ങനെ എന്തിനെപ്പറ്റി അതിനെ വിശദീകരിക്കാൻ പോയാലും വിശദീകരിക്കാൻ കഴിയാത്തൊരവസ്ഥ ഇന്ന് CPMനുണ്ട്. അതുകൊണ്ട് മൗനം ഭൂഷണമായിട്ട് ഉൾക്കൊണ്ടിരിക്കുന്നു, ഒന്നും പറയുന്നില്ല. തീർച്ചയായും അതാണ്.
കാരണം ഇപ്പോൾ സർവകലാശാലയെ സംബന്ധിച്ചാൽ ആ വിഷയങ്ങളിൽ CPM-ഉം സംഘപരിവാറും കൂടെ ചേർന്ന് ഒത്തുകളിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ, എസ്പെഷ്യലി പ്രതിപക്ഷ നേതാവ് VD സതീശിൻ്റെ എല്ലാം സ്റ്റേറ്റ്മെൻറ്റുകൾ വലിയ തോതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഘട്ടത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിമർശനത്തിനകത്തും ഈ പറയുന്ന വൈസ് ചാൻസലറായ ബിജുകുമാറിനെതിരെ ഇവർക്ക് ചട്ടപ്പടി ഒരു നടപടിയിലേക്ക് അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഇനിയിപ്പോൾ ഇവരെന്തായിരിക്കും സ്വാഭാവികമായിട്ട് ചെയ്യാൻ പോകുന്നത്? അല്ല, ഇതിൽ ചില കാര്യങ്ങൾ ദാറ്റ് വിൽ ഡൈ ഡൗൺ ഗ്രാജ്വലി. അതങ്ങനെ വേറൊരു വിഷയം അപ്പോഴത്തും കയറി വരും. പുതിയ സംഭവങ്ങൾ വരുമ്പോൾ പിന്നെ ഇത് വിട്ടു, അപ്പോൾ അടുത്ത സംഭവത്തിലും പിടിക്കുക. അത് ഗവൺമെൻറ്റിനും അറിയാം, ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം. അപ്പോൾ ചർച്ചകൾ മാറിപ്പോവും. അപ്പോൾ ഇതൊന്നുമല്ല അതും. പിന്നെ നാളെ ഇതുമായി റിലേറ്റഡ് എന്തെങ്കിലും വരും മാത്രമേ ഇത് അവിടെ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയുള്ളൂ. തീർച്ചയായും.